ഹൈക്കോടതി റദ്ദാക്കിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പുറപ്പെടുവിച്ച സ്വാശ്രയ കോളേജുകളുടെ ന്യൂനപക്ഷ പദവിയെ സംബന്ധിച്ച ഉത്തരവിനെ ചൊല്ലി നിയമസഭയിൽ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ അരമണിക്കൂറോളം നിർത്തിവെച്ചു. വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ ഖേദം പ്രകടിപ്പിച്ചു. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ന്യൂനപക്ഷ പദവി തീരുമാനിക്കുന്നത് സംബന്ധിച്ച് 5/2/2010 സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിനെ സംബന്ധിച്ചാണ് നിയമസഭയിൽ ബഹളമുണ്ടായതും സഭ അരമണിക്കൂറിലധികം നിർത്തിവച്ചതും. വിഷയത്തെക്കുറിച്ച് KM മാണി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രസ്താവനയാണ് ബഹളത്തിലേക്ക് നയിച്ചത്. 5/2/2010 ഉത്തരവ് പിൻവലിച്ചുവെന്നും പകരം സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചുവെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. എന്നാൽ ഈ ഉത്തരവ് മേശപ്പുറത്ത് വെക്കണമെന്നായി പ്രതിപക്ഷം. മേശപ്പുറത്ത് വെച്ചതാകട്ടെ ഉത്തരവ് പുറപ്പെടുവിക്കാൻ മന്ത്രി നൽകിയ നിർദ്ദേശമാണ്. ഇത് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി. ബഹളത്തെ തുടർന്ന് സഭ അരമണിക്കൂറോളം നിർത്തിവെച്ചു. വിദ്യാഭ്യാസ മന്ത്രി കൂടി കണ്ട് വളരെ ദുരുദ്ദേശത്തോടുകൂടി ന്യൂനപക്ഷ സമുദായങ്ങളെ ശ്വാസം മുട്ടിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ വിഷമിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ കൂച്ചുവിലങ്ങിടുന്നതിന് വേണ്ടി മന്ത്രി പുറപ്പെടുവിച്ച ഒരു വിവാദ നോട്ടിഫിക്കേഷൻ, അത് ഇങ്ങനെ പ്രതിപക്ഷം ഇങ്ങനെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെയൊരു ഉത്തരം പറഞ്ഞ് മന്ത്രി വിഷമത്തിലായി. പിന്നീട് സഭ ചേർന്നപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി മാപ്പ് ചോദിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. താൻ നൽകിയ നിർദ്ദേശം ഉത്തരവായി പരിഗണിക്കാനുണ്ടായ സാഹചര്യത്തിൽ ഖേദിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയെ അറിയിച്ചു. മനോരമ ന്യൂസ്